അയ്യാ വണക്കം. എന്നാലും എൻ്റെ ഗോപാലൻകുട്ടി നായരെ ഇങ്ങക്ക് ഈ ഗതി വന്നല്ലോ എന്ന പൊതുവാൾജിയുടെ ഡയലോഗാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങ് മലത്തിയടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രസ്താവനയൊക്കെ ഇറക്കി. ഇന്ത്യക്ക് 50% താരിഫ്, 25% താരിഫ്, 25% പിഴ താരിഫ് അടിച്ച് തന്നതാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ അടിച്ച് കിട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവന് വല്ല ഭ്രാന്തും ഉണ്ടാ എന്നാണ് യഥാർത്ഥത്തിൽ നാട്ടുകാർ മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സുരാജ് പറയുന്നത് പോലെ നിനക്ക് ഭ്രാന്താണടാ പന്നി എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ജനങ്ങളെല്ലാവരും. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ ഇന്ത്യക്ക് താരിഫ് അടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അത് ഡൊണാൾഡ് ട്രംപിനോടായിട്ട് പറഞ്ഞതല്ല, ആ വേട്ടാവളി ഇത് കേൾക്കാനൊന്നും പോകുന്നില്ല, എങ്കിലും കേൾക്കുന്നവർ കേൾക്കട്ടെ. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം വളർന്നു വന്നത് തന്നെ ഒരു പൊളിറ്റീഷ്യൻ ആവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ വേട്ടാവളിയന്മാരെ കൈകാര്യം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. ഡൊണാൾഡ് ട്രംപ് ഒരു ബിസിനസ്മാനാണ്. ഡൊണാൾഡ് ട്രംപിന് അതിൻ്റേതായിട്ടുള്ള പരിചയക്കുറവ് പല സ്ഥലങ്ങളിലുമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ നിങ്ങൾ ശത്രുസ്ഥാനത്ത് നിർത്തുകയാണെങ്കിൽ നരേന്ദ്രമോദിയോളം മികച്ചൊരു ശത്രുവിനെ പിന്നെ നിങ്ങൾക്ക് ജന്മത്ത് കിട്ടാൻ പോകുന്നില്ല. അതിപ്പോൾ നിങ്ങൾ 20 വയസ്സുള്ള വ്യക്തിയായിരുന്നാലും ശരി, 60 വയസ്സുള്ള വ്യക്തിയായിരുന്നാലും ശരി, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അത്ര ഗംഭീരമായിരിക്കും ആ ബാറ്റിൽ എന്ന് പറയുന്നത്. ആ ബാറ്റിലിൻ്റെ ചൂട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ചരിത്രം എത്ര പെട്ടെന്നാണ് മറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണുകളെ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. അമേരിക്കയിൽ ലിറ്ററലി ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി. ഭക്ഷണം കഴിക്കാനായിട്ട് അമേരിക്കയിൽ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ഇന്ത്യയെ തകർക്കണം എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി എന്താണ് ഈ അടച്ചുപൂട്ടലെന്ന് പറഞ്ഞാൽ, അമേരിക്ക സമ്പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടി എന്നുള്ളതല്ല. അതായത് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് പാസ്സാകാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും ഈ സാമ്പത്തികമായിട്ടുള്ളൊരു സെറ്റപ്പിൽ. അങ്ങനെ അത് പാസ്സാകാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ദൈനംദിന ചെലവുകൾ, അതിന് പണമില്ലാത്ത അവസ്ഥയിലോട്ട് ഒരു രാജ്യമെത്തും. അതിന് പണമില്ലാത്ത അവസ്ഥയിലോട്ട് ഒരു രാജ്യം എത്തിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ധനസഹായം സമ്പൂർണ്ണമായി വെട്ടിച്ചുരുക്കുന്നതിനെയാണ് ഈ അടച്ചുപൂട്ടൽ എന്ന് പറയുന്നത്. 7 ലക്ഷം ആൾക്കാരെയാണ്, സർക്കാർ ജീവനക്കാരെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്ന റിപ്പോർട്ടുകൾ ആ സമയത്ത് വന്നു. പോരാത്തതിന് 7 ലക്ഷം ആൾക്കാരോട് ശമ്പളമില്ലാതെ നിങ്ങൾ പണിയെടുത്തോളൂ എന്നും ഡൊണാൾഡ് ട്രംപ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 7 ലക്ഷം ആൾക്കാരാണ് അവൻ്റെ ഈ കെണ്ടാന്തരം കാരണം ശമ്പളമില്ലാതെ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതടുത്ത കാര്യം. ഇനി ഈ പണിയെടുക്കുന്ന 7 ലക്ഷം ആൾക്കാരിൽ 3.5 ലക്ഷം ആൾക്കാരെ ഉടൻ ഞാൻ പിരിച്ചുവിടും എന്ന് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടച്ചുപൂട്ടൽ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലുണ്ടല്ലോ, ഈ സെറ്റപ്പിൽ ഫെഡറൽ സംവിധാനങ്ങൾക്ക് സെക്യൂരിറ്റി കൊടുക്കുന്ന അതോറിറ്റീസിന് മാത്രമാണ് ഫണ്ട് ലഭിക്കുക. ഉദാഹരണത്തിന് പോലീസ്, പട്ടാളം, പ്രതിരോധ മേഖല, അങ്ങനെയുള്ള സെറ്റപ്പുകൾക്ക് മാത്രമാണ് ഫണ്ട് ലഭിക്കുക. പക്ഷേ ഇപ്പോൾ പെൻറ്റഗണ് പോലും അവിടെ ഫണ്ട് ലഭിക്കാത്ത അവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൻറ്റഗണ് പോലും ഫണ്ട് കിട്ടുന്നില്ല. അതായത് ഇവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിൽ കാശില്ല. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ലിറ്ററലി ഒരു പിച്ചക്കാരനായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ പല സുഹൃത്തുക്കളോടും അവിടെ ചെന്ന് നിന്നിട്ട് വൈഷ്ണവ ജനതോ എന്ന് നമ്മുടെ ജഗതി പറഞ്ഞുകൊണ്ട് വരില്ലേ ഒരു സിനിമയിലും, അതുപോലെ ജഗതിയും കൽപ്പനയും നടക്കുന്നത് പോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യയും നടക്കുകയാണ്. വല്ലതും തരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന് ഒരു അജ്ഞാതനായിട്ടുള്ള സുഹൃത്ത് $130 മില്യൺ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് അളിയാ നീ ഇതെടുത്തോ എന്ന് പറഞ്ഞു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ആ പൈസ എടുത്ത് നേരെ ശമ്പളം കൊടുക്കാനായിട്ട് പെൻറ്റഗണിലോട്ട് കൊടുത്തിട്ട് പറയുകയാണ് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മൊത്തത്തിലുള്ള ശമ്പളം എല്ലാവർക്കും കൊടുത്ത് തീർക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇത് കാണുന്ന പിണറായി വിജയനെ അഭിമാനിക്കാം. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്താണ്. പിണറായി വിജയൻ കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നു, ഡൊണാൾഡ് ട്രംപ് എരന്ന് ശമ്പളം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എന്തായാലും ദാറ്റ്സ് മൈ ബോയ് എന്ന് നമ്മുടെ പിണറായി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ അനുദിനം താഴേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പോരാത്തതിന് അവിടെയുള്ള സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഈ അടച്ചുപൂട്ടൽ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഈ സെറ്റപ്പ് ഇതിപ്പോൾ 4ാമത്തെ ആഴ്ചയിലോട്ട് കിടക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും 0.1 to 0.2, അതായത് 0.1 to 0.2% നമ്മുടെ സാമ്പത്തിക സ്ഥിതി താഴേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. പോരാത്തതിന് ആ തെരുവിലോട്ടൊന്ന് ഇറങ്ങി നോക്കണം, ജനങ്ങൾ ക്യൂ നിൽക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷണം കഴിക്കാൻ. അതായത് പിരിച്ചുവിട്ട പല ആൾക്കാരും ക്യൂ നിൽക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ എന്നാണ്
ഇവിടെ പല സാമ്പത്തിക വിദഗ്ധരും ഡൊണാൾഡ് ട്രംപിന് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ കളിയാക്കിക്കൊണ്ട് നടന്നവന്മാരാണ് ഈ അമേരിക്കക്കാരെന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയിലെ ഗതി എന്ന് പറയുന്നത് അധോഗതിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തു തന്നെയായിരുന്നാലും ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഭക്ഷ്യ ബാങ്കുകൾക്ക് മുന്നിലാണ് ഇവർ ക്യൂ നിൽക്കുന്നത്. സർക്കാർ പട്ടിണിയിലായത് അതല്ലെങ്കിൽ പട്ടിണിയിലാക്കിയത് 40 ദശലക്ഷം അമേരിക്കക്കാരെയാണ് എന്ന റിപ്പോർട്ടുകൾ നമ്മുടെ ഇൻ്റർനാഷണൽ മീഡിയാസ് പുറത്തുവിടുന്നുണ്ട്. ഇനി സൈനികരുടെ കുടുംബം ഉൾപ്പെടെ ശമ്പളമില്ലാത്ത ഫെഡറൽ തൊഴിലാളികൾ ഭക്ഷ്യ ബാങ്കുകളിൽ നീണ്ട ക്യൂവിൽ നിൽക്കുകയാണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നു. ഇത് ഒരു സംസ്ഥാനത്തോ 2 സംസ്ഥാനത്തോ അല്ല, ഇത് ഒരുപാട് സംസ്ഥാനത്ത് ഈ ക്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത്. കാലിഫോർണിയ, മെറിലാൻഡ്, ടെക്സസ്, അരിസോണ അങ്ങനെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ഇവർ ക്യൂ നിൽക്കുന്നുണ്ട്. പോരാത്തതിന് സോഷ്യൽ മീഡിയയിൽ ഡൊണാൾഡ് ട്രംപിനെയും അമേരിക്കൻസിനെയും എല്ലാം ട്രോളി കൊല്ലുകയാണ് പല ലോകരാജ്യങ്ങളും. കാരണം ഇവർ നിരന്തരമായിട്ട് ലോകരാജ്യങ്ങളെ ട്രോളുന്നു. ഇവർക്ക് മേലെ ഒന്നുമില്ല. നമ്മുടെ CID മൂസയിലെ ക്യാപ്റ്റൻ രാജു പറയുന്നത് പോലെ, നീ എന്നെ കണ്ടുപിടിക്കുക, എൻ്റെ തലയ്ക്ക് മുകളിൽ ആരുമില്ല, തലയ്ക്കകത്തും ആരുമില്ല എന്ന് പറയുന്നത് പോലെ ഇവർക്ക് തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല എന്നൊരു ഹുങ്ക്, ഒരു മുതലാളിത്ത ഹുങ്ക് അമേരിക്കക്കാർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവർ ലോകരാജ്യങ്ങളെല്ലാം എടുത്ത് അച്ചാമ്പുച്ചാൻ ട്രോളുകയാണ്. പിന്നെ ട്രോളുന്ന കാര്യത്തിൽ നമ്മളെ ഇന്ത്യക്കാരെ തോപ്പിക്കുക ആരുമില്ല എന്ന് അവന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. ആ എക്സിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ക്രൂരമായി ട്രോളുകയാണെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ആരടാ പടച്ചു വിടുന്നത് എന്ന് പോലും ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ട്രോളാണ്. 41 ദശലക്ഷം അമേരിക്കക്കാർ സ്നാപ്പ് SNAP സപ്ലിമെൻറ്റ് ന്യൂട്രീഷൻ അസിസ്റ്റൻറ്റ് പ്രോഗ്രാമിനെ ആശ്രയിച്ചാണ് അവിടെ കഴിയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 7 ലക്ഷം ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിട്ടു. പോരാത്തതിന് ഇപ്പോൾ അവിടെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്, ഇപ്പോൾ കിട്ടുന്ന ഈ ഭക്ഷണം ഉണ്ടല്ലോ, അത് അടുത്ത മാസവും തുടരുമോ എന്നാണ് ഇവർ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാസവും നമുക്ക് ഈ ഭക്ഷണം കിട്ടുമോ എന്നുള്ള ആശങ്കയിൽ അമേരിക്കയിലെ ജനങ്ങൾ പോകണമെങ്കിൽ എത്രത്തോളം വൃത്തികെട്ടൊരു ഭരണമായിരിക്കും അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. പോരാത്തതിന് അമേരിക്കയിലെ ഗോർബച്ചേവായി മാറുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന റിപ്പോർട്ടുകൾ വേറൊരു ഭാഗത്തു നിന്നും അവിടെയുള്ള കോൺഗ്രസ് അടക്കം പുറത്തുവിടുന്നുണ്ട്. എന്തായാലും ട്രംപ് പിച്ചച്ചട്ടി എടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 6.5 ബില്യൺ വേണം ട്രംപിന് എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് മുകളിലേക്ക് വരാനായിട്ട്. അതായത് ജസ്റ്റ് ചെലവുകൾ മാത്രം നോക്കി പോകാനായിട്ട്. നമ്മുടെ സരോജ് കുമാർ പറയുന്നത് പോലെ ഒരു മാസം ജീവിച്ച് പോകണമെങ്കിൽ തന്നെ 1.5 കോടി വരും. ചില മാസങ്ങളിൽ അതൊരു 3 കോടി വരെ പോകും. അതായത് മാസം ഏപ്രിൽ എന്ന് പറയുന്നത് പോലെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അല്ലറ ചില്ലറ കളിയൊന്നുമല്ല ഡൊണാൾഡ് ട്രംപ് കളിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് കളിക്കുന്ന വേറൊരു തറക്കളി, എന്നിട്ടും യാതൊരുവിധ രക്ഷയില്ല. ഇന്നലെ കാനഡ എന്ന് പറയുന്ന രാജ്യത്തിന് ഡൊണാൾഡ് ട്രംപ് താരിഫ് ഏർപ്പെടുത്തി. എന്താണ് കാര്യം? അവരുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള റൊണാൾഡ് റീഗനെ കാനഡയിലെ ഏതോ വേട്ടാവളിയുമായി സോഷ്യൽ മീഡിയയിലൂടെ കളിയാക്കി അവരുടെ പഴയ വീഡിയോസൊക്കെ പുറത്തെടുത്തിരുന്നു. സർക്കാർ ഒത്താശ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തു? അടിച്ചു കൊടുക്കടാ അവന് താരിഫ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ അടിച്ചു കൊടുക്കടാ എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിന് നിരന്തരം അടിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ കൃത്യവും വ്യക്തവുമായിട്ട് നിരീക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ത്യക്കെതിരെ താരിഫ് അടിച്ചിട്ട് ഇന്ത്യയാണെങ്കിൽ സ്വസ്ഥമായിട്ട് 40 മുതൽ 50 രാജ്യങ്ങളിലേക്കാണ് പുതിയ വിപണി തുറന്ന് അടിച്ചടിച്ച് കയറുന്നത്. ചൈന ആണെങ്കിൽ ഇവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല. ഞങ്ങളുടെ എക്സ്പോർട്ടിലെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ നിൻ്റെ പേട്ട തലവെട്ടി ഈ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ അടുത്ത സ്റ്റേഷനിൽ പോയി കീഴടങ്ങുമെന്നാണ് ചൈനയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷീ ജിൻപിങ് ഡൊണാൾഡ് ട്രംപിന് വാണിംഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രസീലിൻ്റെ ഭരണത്തലവനായിട്ടുള്ള ലുലാ ഡാ സിൽവ പറഞ്ഞിരിക്കുന്നത് യവൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ ഒന്നുമില്ല, യവൻ്റെ വായിക്കാത്ത കയറിയിൽ നിന്ന് വെടിവെച്ചാലേ ശരിയാവും എന്നാണ് ലുലാ ഡാ സിൽവ പറയുന്നത്. അങ്ങനെ ലോക രാജ്യങ്ങളിലെ എല്ലാ തലവന്മാർക്കും നല്ല മതിപ്പാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് പോകുന്നത്. പിന്നെ പുടിൻ്റെ കാര്യം, പുടിൻ വലിയ ഒരു ക്രൂരനാണ്, ഭീകരനാണെന്നൊക്കെ പറയുമ്പോഴും ചിരിച്ചുകൊണ്ട് താറ്റടിക്കുന്ന ഒരു വ്യക്തിയാണ് പുടിൻ എന്ന് പറയുന്നത്. ടോമഹോക്ക് മിസൈൽ കൊടുത്താലുണ്ടല്ലോ അണ്ണാക്കിൽ ഞാൻ മിസൈൽ ഇടും എന്നാണ് പുടിൻ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത്. അങ്ങനെ എല്ലാ തലത്തിൽ നിന്ന് നോക്കുമ്പോഴും മുച്ചൂട് മുടിഞ്ഞ് കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. സന്തോഷമായില്ലേ? അപ്പോൾ ശരി.